നമസ്കാരം. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ആ ചോദ്യത്തിന് ഇപ്പോൾ ഉത്തരം ലഭിച്ചിരിക്കുകയാണ്. ദില്ലി ഇനി ഭരിക്കാൻ പോകുന്നത് പെൺകരുത്ത് തന്നെയാണ്. രേഖ ഗുപ്തയെ ദില്ലി മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആം ആദ്മി പാർട്ടിയുടെ ബന്ദനകുമാരിയെ പരാജയപ്പെടുത്തിയാണ് ഗുപ്ത ഷാലിമാർ ബാഗ് നിയമസഭാ സീറ്റിൽ വിജയിച്ചത്. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ അവസരം നൽകിയതിൽ നന്ദിയുണ്ടെന്നും ദില്ലിയിലെ ജനങ്ങൾക്ക് നൽകിയ എല്ലാ വാഗ്ദാനങ്ങളും പൂർത്തിയാക്കുമെന്നും രേഖ BJPയുടെ പ്രഖ്യാപനത്തിന് പിന്നാലെ പ്രതികരിച്ചിട്ടുണ്ട്. ഷാലിമാർ ബാഗിൽ നിന്ന് MLA ആയ ശേഷം മുഖ്യമന്ത്രിയാകുന്ന ആദ്യ വ്യക്തിയാണ് രേഖ ഗുപ്ത. ദില്ലി മുഖ്യമന്ത്രിയാകുന്ന 4ാമത്തെ വനിതയാകും രേഖ. സുഷമ സ്വരാജ്, ഷീല ദീക്ഷിത്, അതിഷി എന്നിവർക്ക് ശേഷം ദില്ലിയുടെ 4ാമത്തെ വനിതാ മുഖ്യമന്ത്രിയായി രേഖ ഗുപ്ത സത്യപ്രതിജ്ഞ ചെയ്യും. ഇക്കഴിഞ്ഞ ദില്ലി സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ BJP 70-ൽ 48 സീറ്റുകൾ നേടി ആം ആദ്മി പാർട്ടിയെ പരാജയപ്പെടുത്തി. ഏകദേശം 3 പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ദില്ലിയിൽ അധികാരത്തിൽ തിരിച്ചെത്തിയത്. അഭിഭാഷകയായ രേഖ ഗുപ്ത ദില്ലി സർവകലാശാലയിൽ വിദ്യാർത്ഥി യൂണിയനായ DUSUവിന്റെ പ്രസിഡന്റുമായിരുന്നു. വിദ്യാർത്ഥി പ്രവർത്തനങ്ങളിലൂടെയാണ് അവർ തന്റെ രാഷ്ട്രീയ യാത്ര ആരംഭിച്ചത്. അവിടെ BJPയുടെ വിദ്യാർത്ഥി വിഭാഗമായ അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിൽ പങ്കാളിയായി. നേതൃപരമായ പ്രവർത്തനത്തിലൂടെയും വിദ്യാർത്ഥി പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെട്ടും അവർ ദില്ലി സർവകലാശാലയിൽ അറിയപ്പെടുന്ന വ്യക്തിയായി. കാലക്രമേണ പ്രാദേശിക രാഷ്ട്രീയത്തിലും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചു. ഒടുവിൽ ദില്ലി കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ടു. കൂടാതെ BJPയിൽ രേഖ ഗുപ്ത പ്രധാന സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. അതിൽ പാർട്ടിയുടെ ദില്ലിയുടെ യൂണിറ്റിന്റെ ജനറൽ സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. തന്റെ മണ്ഡലത്തിലെ സാമൂഹിക പ്രശ്നങ്ങൾ, വിദ്യാഭ്യാസം, നഗരവികസനം എന്നിവയിലെ പ്രവർത്തനങ്ങൾ വഴിയാണ് രേഖ ഗുപ്ത പ്രധാനമായും അറിയപ്പെടുന്നത്. ഒരു വനിതാ നേതാവെന്ന നിലയിൽ അവർ വേറിട്ട് നിൽക്കുകയും അതോടൊപ്പം തന്നെ പാർട്ടിയിലെ വിവിധ വിഭാഗങ്ങളുടെ പിന്തുണ നേടിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ നേതൃത്വം ദില്ലിയുടെ രാഷ്ട്രീയ രംഗത്ത് BJPക്ക് ഒരു നിർണായക ഘടകമായി തീർന്നു. അതേസമയം 78 അംഗ നിയമസഭയിൽ 48 സീറ്റുകളും പിടിച്ചടക്കിക്കൊണ്ട് ആയിരുന്നു BJP ദില്ലിയിൽ അധികാരം ഉറപ്പിച്ചത്. 27 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ നേട്ടമെന്നതാണ് ശ്രദ്ധേയം. ഷാലിമാർ ബാഗിൽ നിന്നായിരുന്നു രേഖ ഗുപ്ത വിജയിച്ചത്. മുനിസിപ്പൽ കൗൺസിലർ ആയിരുന്ന രേഖ ആദ്യമായാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അതേസമയം സത്യപ്രതിജ്ഞ ചടങ്ങിന്റെ പശ്ചാത്തലത്തിൽ ദില്ലിയിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. 25,000 സുരക്ഷാ സേനാംഗങ്ങളാണ് വിന്യസിച്ചിട്ടുള്ളത്. പരിപാടിയിൽ BJPയിലെ മുതിർന്ന നേതാക്കൾ പങ്കെടുക്കും. BJP നേതാവ് പർവേഷ് വർമ്മയാണ് ഉപമുഖ്യമന്ത്രി. വിജേന്ദർ ഗുപ്തയെ സ്പീക്കറായി നിയമിച്ചു. സുഷമ സ്വരാജിന് ശേഷം BJPക്ക് ദില്ലിയിൽ ലഭിക്കുന്ന വനിതാ മുഖ്യമന്ത്രി കൂടിയാണ് രേഖ ഗുപ്ത. വെബ് ഡെസ്ക് തത്തുമൈ TV.